കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് ഒരാളിങ്ങനെ ഫോമിൽ ചോദിച്ചിരുന്നു, സാറേ, അതായത് കോടതിയിൽ ഒരു ഫാമിലി കോടതിയിൽ ഒരു കേസിന് ഒരു വിധി വരുമ്പോൾ ആ വിധി അവിടുത്തെ ജഡ്ജിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആൾക്ക് എഴുതുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെ എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തിയത്? അതിന് എന്തെങ്കിലും തരത്തിലുള്ള നിയമവശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോടതിയുടെ ഉത്തരവുകളോ അദ്ദേഹം പാലിക്കേണ്ടതുണ്ടോ? ഇതൊന്നും പാലിക്കാതെ വെറുതെ ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ട് ഭാര്യയ്ക്ക് ഇത്ര രൂപ മെയിൻ്റനൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളെ അച്ഛന് കൊടുക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുക, അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഓർഡറിൽ മെൻഷൻ ചെയ്യാതെ ഒരു ഓർഡർ എഴുതുവാനായിട്ട് ഒരു ഫാമിലി കോടതി ജഡ്ജിക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് കേസിലും ഇതുപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ വെറുതെ എഴുതുവാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെയാണ്. എല്ലാ കോടതികളും ഇന്ത്യയിലുള്ള നിയമവ്യവസ്ഥകൾ അനുസരിച്ച് കൊണ്ട് തന്നെയാണ് പോവുക. ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിയമങ്ങൾ പാലിക്കാതെ വെറുതെ ഒരു ഓർഡർ ഒരു ജഡ്ജി പ്രഖ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓർഡറിനെ പറയുന്ന പേരാണെന്ത്? ക്രിപ്റ്റിക് ഓർഡർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എങ്ങനെ പറയാം? ക്രിപ്റ്റിക് ഓർഡർ. അപ്പം നിങ്ങളുടെ കേസിലെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റിക് ഓർഡർ ആണോ എന്നുള്ളത് നോക്കുക. അതായത് നമ്മുടെ ആർഗ്യുമെന്റുകൾ നോക്കുന്നില്ല, സെക്ഷൻസ് നോക്കുന്നില്ല, നിലവിലുള്ള സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് നോക്കുന്നില്ല, എങ്ങനെ ഒന്നും നോക്കാതെയുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്താ പറയാം? ക്രിപ്റ്റിക് ഓർഡർ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ക്രിപ്റ്റിക് ഓർഡർ ആണ് എന്നുണ്ടെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല, നിയമ സാധുതയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കേസുകളിലൊക്കെ നമ്മൾ സാധാരണഗതിനെ കണ്ടുവരാറുണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ 2021 നേഹ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൽ കൃത്യമായി ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസ് ഒബേ ചെയ്യാതെയാണ് ഫാമിലി കോടതി ഇങ്ങനെ വിധിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ക്രിപ്റ്റിക് ഓർഡർ ആണെന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഫാമിലി കോടതിയിൽ അത് റിവ്യൂ ചെയ്യാനായിട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹയർ കോടതികളിലേക്ക് പോകാനും ആ ജഡ്ജ്മെൻറ്റിൽ മാറ്റം വരുത്തുവാനും മറ്റും നമുക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കോടതികളും നിയമം അനുസരിച്ച് തന്നെയാണ് അത് കൃത്യമായി വർക്ക് ചെയ്യുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ആരും കോടതിനോ മജിസ്ട്രേറ്റിനോ ജഡ്ജിനൊന്നും കുറ്റം പറയരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. കാരണം എല്ലാ ജഡ്ജിമാരും ഈ നിയമങ്ങളെല്ലാം അനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഓർഡറും ജഡ്ജ്മെൻറ്റൊക്കെ ഡിക്രിയും എല്ലാം തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു പരമമായ സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആരെങ്കിലും അങ്ങനെയല്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് എന്ത്? ക്രിപ്റ്റിക് ഓർഡർ എന്നുള്ള ഈ ഒരു ടൈം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.